5ാം റാങ്ക് ഞാനിങ്ങ് എടുക്കുക. എന്തിനെ പറ്റിയാണ് ഞാനീ പറഞ്ഞു വരുന്നതെന്ന് ഈ കൊച്ചു ഗെയിം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. 2018 ലണ്ടൻ ചെസ് ക്ലാസിക്കിലാണ് ഈ മനോഹരമായ ഗെയിം കളിച്ചിരിക്കുന്നത്. ഇവിടെ വൈറ്റ് കളിക്കുന്നത് ഹിക്കാറു നക്കമുറയും ബ്ലാക്ക് കളിക്കുന്നത് മാക്സിം ബച്ചലേഗ്രാഫുമാണ്. MVL എന്ന് ഷോർട്ട് ഫോമിൽ വിളിക്കും. ഇവിടെ നക്കമുറ നൈറ്റ് F3 കളിക്കുന്നു, റെറ്റി ഓപ്പണിംഗ് ആണ്. MVL C5 കളിക്കുന്നു, C4, നൈറ്റ് F6, നൈറ്റ് C3, D5. അപ്പോൾ ഇത് ഈ ഒരു ഇംഗ്ലീഷ് ഓപ്പണിങ്ങിലെ സിമെട്രിക്കൽ 3 നൈറ്റ് സിസ്റ്റത്തിലോട്ടാണ് പോകുന്നത്. 3 നൈറ്റുകളുണ്ട്, വൈറ്റിന് 2 നൈറ്റും ബ്ലാക്കിന് 1 നൈറ്റും. പോൺ വെച്ച് വെട്ടുന്നു, നൈറ്റ് വെച്ച് വെട്ടുന്നു, E3 കളിക്കുന്നു, നൈറ്റ് വെച്ച് നൈറ്റിനെ വെട്ടിയെടുക്കുന്നു, പോൺ വെച്ച് വെട്ടിയെടുക്കുന്നു. ഇവിടെ G6 കളിച്ചിട്ട് ബിഷപ്പിന് ഫിയഞ്ചറ്റ് ചെയ്യാനാണ് ഇവിടെ MVLൻ്റെ ഉദ്ദേശം. നക്കമുറ ബിഷപ്പ് B5 ചെക്ക് കൊടുക്കുന്നു, ബിഷപ്പ് D7. അപ്പോൾ ഈ ബിഷപ്പിനെ എക്സ്ചേഞ്ച് ചെയ്യാൻ ഇവിടെ നക്കമുറ റെഡിയല്ല. നക്കമുറ ആ ബിഷപ്പ് ഇവിടെ തിരികെ കൊണ്ടുവന്ന് ബിഷപ്പിന് E2ലേക്ക് കളിക്കുന്നു. ഒരു മൂവ് വേസ്റ്റ് ആയാലും ഈ ബിഷപ്പിനെ പ്രിസർവ് ചെയ്യാൻ തന്നെയാണ് നക്കമുറയുടെ തീരുമാനം. ബിഷപ്പ് G7 ക്യാൻസൽ ചെയ്യുന്നു. D4 കളിച്ച് സെൻറ്ററിലേക്ക് കളിക്കുകയാണ് നക്കമുറ. ബിഷപ്പിനെ C6 കളിക്കുന്നു. അപ്പോൾ ഈ പോണിനൊന്നും എടുക്കുന്ന ഒരു ത്രെട്ട് അല്ല, കാരണം ഈ പോൺ വീക്കായി പോകും. ബിഷപ്പ് A3 കളിച്ച് ഈ പോണിലേക്ക് അഡീഷണൽ ത്രെട്ട് കൊടുക്കണം. അതുകൊണ്ട് പോൺ വെച്ച് പോണിനെ വെട്ടിയെടുക്കുന്നു, ഈ C പോൺ വെച്ച് വെട്ടിയെടുക്കുന്നു. റൂക്കിനെ E8 കളിക്കുന്നു, റൂക്ക് C1 കളിക്കുന്നു. ക്വീനിനെ ഇവിടെ A5 കളിച്ച് ഈ ഒരു ബിഷപ്പിനെ അറ്റാക്ക് ചെയ്യണം. ഇവിടെ ക്വീൻ B3 കളിക്കുകയാണ് നക്കമുറ. അപ്പോൾ ഈ ബിഷപ്പിന് ഒരു പ്രൊട്ടക്ഷൻ ആവുകയായി. പതുക്കെ ഈ ഒരു F7 പോണിലേക്ക് അറ്റാക്കുമാണ്. തക്കമായ അവസരത്തിലൂടെ H4 ശേഷം നൈറ്റ് G5 വന്നിട്ട് ഈ ഒരു പോണിലേക്കൊക്കെ അറ്റാക്ക് ചെയ്യാവുന്നതാണ്. നൈറ്റ് BD7, ബിഷപ്പ് B4 കളിച്ച് ഈ ക്യൂവിനെ അറ്റാക്ക് ചെയ്യണം. ഇവിടം തൊട്ട് നക്കമുറയുടെ അറ്റാക്ക് ഒരു രക്ഷയില്ല. അപ്പോൾ ഇവിടെ ക്വീൻ ടു F5 ആണ് പോകുന്നത്. ഇവിടെ എങ്ങനെ കളി മുന്നോട്ട് പോകും? ബിഷപ്പ് D3 കളിച്ച് ആ ക്വീനിനെ വീണ്ടും അവിടെ നിന്ന് ഓടിക്കാൻ നോക്കണം. ഇവിടെ MVL കളിക്കുന്ന മൂവാണ് ക്വീൻ H5. ഒരു പക്ഷേ ഇവിടെ ഈ ഒരു മൂവിന് ശേഷം, ഇവിടെ ഒരു ബിഷപ്പ് B4 എന്നുള്ള മൂവിന് ശേഷം ഒരു പക്ഷേ കുറച്ചും കൂടെ നല്ല ഐഡിയ ക്വീൻ A4 കളിച്ച് ഒരു ക്വീൻ ട്രേഡ് ഫോഴ്സ് ചെയ്യാൻ നോക്കുന്നതായിരുന്നു. പക്ഷേ ഗെയിമിൽ ഇവിടെ ക്വീൻ F5 ആണ് പോയത്. ബിഷപ്പ് D3ക്ക് ശേഷം ക്വീൻ ഇവിടെ H5 മൂവ് ചെയ്തു. ഇവിടുത്തെ പ്രശ്നം ഈ ഒരു 5th റാങ്ക് നോക്കുക. E സ്ക്വയർ, 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 ഇതെല്ലാം വൈറ്റിൻ്റെ പരിധിയിലായി. അപ്പോൾ 5ാമത്തെ റാങ്ക് മുഴുവൻ ഇവിടെ വൈറ്റിൻ്റെ പരിധിയിലാണ്. അപ്പോൾ ഈ ക്വീനിന് മൂവ് ചെയ്യാൻ അധികം സ്ക്വയറുകളൊന്നുമില്ല. ആകെ വേണമെങ്കിൽ ഇവിടേക്കൊക്കെ പോകാം, അത്രയേ ഉള്ളൂ. പക്ഷെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പണി കിട്ടും. എന്താണ് ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. E4 കളിക്കുന്നു. അപ്പോൾ പതുക്കെ സെൻറ്ററിലും ഭയങ്കര കൺട്രോളാണ്. ഇവിടെ 2 സ്ട്രോങ് ആയിട്ടുള്ള പോണുകളുണ്ട് സെൻറ്ററിൽ. E6 കളിക്കുന്നു, H3. അപ്പോൾ ഈ ഒരു സ്ക്വയറും കൂടെ എടുത്ത് കളയുകയാണ്. ഇനി ക്വീനിന് ഇങ്ങോട്ടേക്ക് വരാൻ നോക്കിക്കഴിഞ്ഞാൽ ആ സ്ക്വയറും കൂടെ ഈ ഒരു മൂവ് വെച്ച് അടച്ചു കളയുകയാണ്. റൂക്ക് AD8. ഈ പൊസിഷനിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് ഇതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ആലോചിക്കാനാണ്. ആദ്യത്തെ മൂവ്സൊക്കെ വളരെ സിമ്പിളാണ്. റൂക്ക് F1 കളിച്ച് ഈ പോണിന് ഒരു അഡീഷണൽ പ്രൊട്ടക്ഷൻ നൽകുന്നു. വേറെ പല മൂവ്സ് ഇവിടെ പ്ലാൻ ചെയ്യുകയാണ്. ആദ്യം A5 കളിച്ച് ഈ ബിഷപ്പിനെ അറ്റാക്ക് ചെയ്യാണ്. ബിഷപ്പ് എന്ത് ചെയ്യുന്നു? ബിഷപ്പ് തിരികെ ഇവിടെ പോകുന്നു. അപ്പോഴും ഈ ഒരു ബിഷപ്പ് വളരെ ആക്റ്റീവാണ്. ബിഷപ്പ് ഇവിടെ കൺട്രോൾ ചെയ്യുന്നു. ഈ ബിഷപ്പും ഒരുപാട് നല്ല കീ സ്ക്വയർസൊക്കെ കൺട്രോൾ ചെയ്യാണ്. ഈ പോൺസും എല്ലാം കൊണ്ട് ഇപ്പോഴും 5th റാങ്ക് മുഴുവൻ ഇവിടെ നക്കമുറയുടെ പരിധിയിലാണ്. A4 കളിച്ച് ക്വീനിനെ അറ്റാക്ക് ചെയ്യണം. ക്വീൻ തിരിച്ച് ഇവിടെ B1 പോകുന്നു. റൂക്ക് C8. ഇവിടെ ഒരു കില്ലർ മൂവ്. ബിഷപ്പിനെ E2 കളിക്കുന്നു. ഇതൊരു ഭയങ്കര ഡീപ്പായിട്ടുള്ള മൂവാണ്. ഇപ്പോൾ ഒരു ഡിസ്കവേർഡ് അറ്റാക്കാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ പ്രോപ്പറായിട്ട് കളിച്ചില്ലെങ്കിൽ ഇവിടെ പണി കിട്ടും. ഇവിടെ വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാവുന്ന ഒരു മൂവായിരുന്നു ബിഷപ്പ് H6. അപ്പോൾ ഇങ്ങനെ ഒരു മൂവ് ഇവിടെ കളിച്ചു കഴിഞ്ഞാൽ റൂക്ക് ടേക്ക് C6 ഉണ്ട്. B ടേക്ക് C6ന് ശേഷം നൈറ്റ് G5. ഇതും പണിയാണ്. ഒരുപക്ഷെ ക്യൂന് H4 ശേഷം ഇവിടെ G3 വരും. അപ്പോൾ ഇവിടെ ഒരു ക്വീൻ ട്രാപ്പ് ആവുന്ന, അപ്പോൾ ഏത് രീതിയിലും ഇവിടെ ക്വീൻ ട്രാപ്പ് ആവുന്നതായിരിക്കും. അപ്പോൾ ഓൾറെഡി ഈ മൂവിന് ശേഷം വളരെ പ്രശ്നമാണ് ഇവിടെ ബിഷപ്പ് E2 എന്നുള്ള മൂവിന് ശേഷം. അപ്പോൾ ഇവിടെ ബിഷപ്പ് E2 ശേഷം പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല ഇവിടെ ബ്ലാക്കിനെ സംബന്ധിച്ച്. ഒന്നെങ്കിൽ ബിഷപ്പ് H6 കളിക്കാം, അല്ലെങ്കിൽ ബിഷപ്പ് F6 കളിക്കാം. ബിഷപ്പ് H6 കളിച്ചുള്ള വേരിയേഷനാണ് നമ്മൾ കണ്ടു കഴിഞ്ഞത്. ബിഷപ്പ് H6 കളിച്ചിട്ട് ഈ ഒരു ബിഷപ്പിനെ ഫോഴ്സായിട്ട് ട്രേഡ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ ആദ്യം ഈ ബിഷപ്പിനെ ഒഴിവാക്കും. തിരിച്ച് B പോൺ വെച്ച് കിട്ടുമ്പോൾ നേരത്തെ കണ്ടുപോലെ നൈറ്റ് G5. ഇപ്പോൾ ഈ ബിഷപ്പ് ക്യൂനിലേക്ക് അറ്റാക്ക് ചെയ്തിരിക്കുകയാണ്. ക്യൂവിന് ഇവിടെ പോയി കഴിഞ്ഞാൽ G3 ക്വീൻ ട്രാപ്പ് ആവും. അപ്പോൾ അതെല്ലാം ഉണ്ട്. പക്ഷേ ബിഷപ്പ് E2 ശേഷം ബിഷപ്പ് H6 പകരം ഇവിടെ ബിഷപ്പ് F6 ഇവിടെ MVL കളിക്കുന്നത്. നക്കമുറ എന്ത് ചെയ്യുന്നു? റൂക്ക് CD1. ഇത് കളിക്കേണ്ട ആവശ്യമില്ല. ഇതിനേക്കാളും ബെറ്റർ മൂവ്സ് ഇവിടെ ഉണ്ട്. വേണമെങ്കിൽ നേരെ റൂക്കിൻ്റെ C6 കളിച്ചാൽ മതി. അതിനുശേഷം ഇങ്ങനെ
ഇപ്പോൾ ഈ പോൺ വെച്ച് വെട്ടിയെടുത്തു കഴിഞ്ഞാൽ നല്ലൊരു കണ്ടിന്യൂഷൻ ഉണ്ട് ഇവിടെ. ഏതാണ്? നേരത്തെ കണ്ട പോലെ തന്നെ നൈറ്റ് E5 അല്ലെങ്കിൽ നൈറ്റ് H2 രണ്ടും വർക്ക് ചെയ്യുന്നതാണ്. ഒരു പക്ഷേ നൈറ്റ് H2 ഇവിടെ വർക്ക് ചെയ്യുന്നതാണ്. നൈറ്റ് E5 ലൈൻ നോക്കിയാലോ, നൈറ്റ് E5 നോക്കിയാലും ഇവിടെ ക്യൂൻ H4 വരും. ഇവിടെ എന്ത് ചെയ്യും? ഇവിടെയും നമ്മുടെ ബ്രില്യൻ മൂവ്സ് ഉണ്ട്. ഇവിടെ നൈറ്റ് F3. ഇപ്പോൾ ഈ ക്യൂവിന് ഇപ്പോൾ മൂവ് ചെയ്യാൻ വേറെ സ്ക്വയറുകളൊന്നുമില്ല. ആകെ വേണമെങ്കിൽ വീണ്ടും ക്യൂൻ H5 പോകാം. ഇവിടെ എന്ത് ചെയ്യും? നൈറ്റിനെ വീണ്ടും H2 പോകുന്നു. അപ്പോൾ ക്വീൻ ഇവിടെ പോകാനായിട്ടുള്ള ഒരു സ്ക്വയറുകൾ കാരണം 2 ബിഷപ്പുകളും നല്ല എക്സ്റേ ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഇവിടെയും ആകെ മൂവ് ചെയ്യാൻ പറ്റുന്ന എവിടെയാണ്? ക്വീൻ H4 കളിക്കാം. ഇവിടെയും ഇങ്ങനെ മൂവ് ചെയ്യുക. ഇവിടെ ക്യൂൻ വെച്ച് തന്നെ വെട്ടണമല്ലോ. ഇവിടെ ബിഷപ്പ് G4 കളി കഴിഞ്ഞു. ഇവിടെ ക്വീൻ ട്രാപ്പായി പോകും. അപ്പോൾ ഈ മൂവ്സ് എല്ലാം ഉണ്ട്. ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആണ് ഈ ലൈൻസ് എല്ലാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ബിഷപ്പ് E2 ശേഷം ഇവിടെ ബിഷപ്പ് F6 കളിക്കുന്നു. ഇവിടെ റൂക്ക് CD1. അപ്പോൾ ഒന്ന് ശ്വാസം വലിക്കാനുള്ള അവസരം ഇവിടെ MVLനോട് നക്കമറ കൊടുക്കുകയാണ്. പക്ഷേ വലിയ കാര്യമൊന്നുമില്ല. ഇവിടെ MVL റൂക്കിനെ ഇവിടെ D8 കളിക്കുന്നു. നക്കമറ നൈറ്റ് G5 എന്തായാലും അറ്റാക്കിലേക്ക് പോയി. ഇനി ഒരു രക്ഷയില്ല. അപ്പോൾ ഈ ക്യൂവിനെ അറ്റാക്ക് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഒന്ന് ഈ ക്യൂവിന് ഇവിടെ പോകാം അല്ലെങ്കിൽ ഇവിടെ പോകാം. ഇവിടേക്ക് പോകുന്നത് ഒറ്റ നോട്ടത്തിൽ കഴിഞ്ഞാൽ കുറച്ച് പേടിയാവും. കാരണം ഡിസ്കവേർഡ് അറ്റാക്ക് ഈ ഒരു ബിഷപ്പ് വെച്ചിട്ടുള്ള ഡയഗണലിലുണ്ട്. അതുകൊണ്ട് ക്യൂവിനെ ഇവിടേക്ക് പോയി നോക്കി. പക്ഷേ ഇവിടെ G3. അപ്പോൾ ഇനി പോകാൻ വേറെ രക്ഷയൊന്നുമില്ല. ഇവിടെ എടുത്തു കഴിഞ്ഞാൽ നൈറ്റ് ഇവിടെ ഉണ്ട്. ഇനി H6 പോയേ പറ്റൂ. ഇവിടെയാണ് നക്കമുറയുടെ നൈറ്റ് ടേക്സ് F7. ഒരു ഡബിൾ അറ്റാക്ക് ക്വീനിലേക്കും റൂക്കിലോട്ടും ഒരു ഫോർക്കാണ്. അപ്പോൾ എന്ത് ചെയ്യും? ക്യൂൻ ടേക്സ് H3. ഇതാണ് ആകെയുള്ള വഴിയുള്ളൂ. കാരണം ക്യൂവിന് എന്തെങ്കിലും ഒരു അറ്റാക്ക് എന്തെങ്കിലും ലൈവ്ലി പൊസിഷൻ കിട്ടണമെങ്കിൽ ഇങ്ങനെ കളിച്ചേ പറ്റൂ. നക്കമുറ എന്ത് ചെയ്യും? റൂക്കിനെ എടുക്കുമോ വേറെ എന്തെങ്കിലും ചെയ്യുമോ? നക്കമുറ ഇവിടെ കളിക്കുന്നത് ബിഷപ്പ് ടു F1 ആണ്. കുറച്ചും കൂടെ നല്ല മൂവ്, ഒറ്റയടിക്ക് ജയിക്കേണ്ട ഒരു മൂവ്. ഇവിടെ ബിഷപ്പ് G4 ഇമ്മീഡിയറ്റ്ലി വിന്നിങ് ആണ്. കാരണം ഇപ്പോൾ ക്യൂവിന് പോകാൻ വേറെ സ്ക്വയറൊന്നുമില്ല. ഇങ്ങനെ വെട്ടിക്കഴിഞ്ഞാൽ നൈറ്റ് H6 ചെക്കിൽ ക്യൂൻ ഇമ്മീഡിയറ്റ്ലി ജയിക്കുന്നതായിരിക്കും. പക്ഷേ എന്നിരുന്നാലും ക്വീൻ ടേക്ക് H3 ശേഷം ആദ്യം ബിഷപ്പ് F1 പോകുന്നു, ക്വീൻ മാറുന്നു, ബിഷപ്പ് E2, ക്യൂൻ മാറുന്നു. അപ്പോൾ ഇവിടെ പൊസിഷൻ റിപ്പീറ്റ് ആകുമെന്നൊക്കെ തോന്നാം. പക്ഷേ ഇപ്പോൾ ഫൈനലി ബിഷപ്പ് G4 ഇവിടെ നക്കമുറ കളിക്കുകയാണ്. ഈ പൊസിഷനിൽ MVL റിസൈൻ ചെയ്യുകയാണ്. കാരണം എന്താണ്? നമ്മൾ നേരത്തെ കണ്ടു കഴിഞ്ഞു. ഈ ബിഷപ്പിനെ എടുത്തു കഴിഞ്ഞാൽ നൈറ്റ് H6 ഫോർക്കുമാണ്. ഇവിടെ നക്കമുറ ഈസിലി ജയിക്കുന്നതാണ്. അപ്പോൾ എങ്ങനെയുണ്ട് ഈ ഗെയിം എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ഗെയിംസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അടുത്ത വീഡിയോയിൽ കാണാം.